ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ, അതായത് Q&A ക്വസ്റ്റ്യൻ ആൻസറിൽ പാർട്ട് 2 ആണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ ചോദ്യമായിരുന്നു ലോങ് വീഡിയോ വേണോ അതോ ഷോർട്ട് വീഡിയോ വേണോ, പിന്നെ നമ്മൾ എപ്പോഴൊക്കെയാണ് വീഡിയോസ് ഇടേണ്ടത്, ആഴ്ചയിൽ എത്ര വീഡിയോസ് ഇടാമെന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾക്ക് ഇന്ന് നമ്മൾ മറുപടി കൊടുക്കുകയാണ്. ആദ്യമേ തന്നെ ഷോർട്ട് ഓർ ലോങ് വീഡിയോ ഇതിലേതാണ് നമുക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നതെന്നുള്ളത് പറയാം. ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് 16 സെക്കൻഡ് വരെയാണ് നമുക്ക് മ്യൂസിക് ഇട്ട് പിന്നെ കാണിക്കാൻ പറ്റുന്നത്. അതിന് മുകളിലേക്ക് പോയാൽ നമുക്ക് പാട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഫുൾ പാട്ട് കൊടുത്തിട്ട് നമുക്ക് കയറ്റാനുള്ള ഓപ്ഷനുമുണ്ട്. ഇതിൽ 3 മിനിറ്റാണ് മാക്സിമം കൂടുതൽ. അപ്പോൾ മാക്സിമം 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പാട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. 60 സെക്കൻഡ് വരെ നമുക്ക് പാട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 3 മിനിറ്റിൽ നമുക്ക് ഒതുക്കി നമുക്ക് വീഡിയോസ് ചെയ്ത് കയറ്റാനുള്ള ഒരവസരം ഇപ്പം നമുക്ക് യൂട്യൂബ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഈ ഷോർട്ട് വീഡിയോയ്ക്ക് യാതൊരു യൂസും ഇല്ല. ഞാനൊക്കെ തുടങ്ങുന്ന കാലത്ത് ഷോർട്ട് വീഡിയോയ്ക്ക് വലിയ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും അന്ന് ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലായിരുന്നു, ഞാനിപ്പോഴും ഓർക്കുന്നു. നമുക്ക് ഡയറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും കൊടുക്കാറില്ല. പക്ഷേ ഇപ്പോഴങ്ങനല്ല. അപ്പം നമ്മളെല്ലാവരുടെയും ഫീഡിലേക്ക് ആളുകൾ വരുന്ന ഈ ഷോർട്സിലൂടെയാണ്. നമ്മൾ അറിയത്ത് പോലും ഇല്ല, നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോസ് അല്ല. നമ്മുടെ ഫീഡിലേക്ക് നമുക്ക് പരിചയം പോലും ഇല്ലാത്ത ആളുകളുടെ വീഡിയോസ് നമ്മൾ കയറി വരുന്ന കാണാറുണ്ട്. അത് അവരെ ഇഷ്ടപ്പെടുകയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാറുമുണ്ട്. നമ്മൾ സെർച്ച് ചെയ്തിട്ടല്ല വരുന്നതല്ലേ. അപ്പം അങ്ങനെ പെട്ടെന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് ഷോർട്ട് വീഡിയോസ് സഹായിക്കും. നമ്മളെ ഫെമിലിയർ ഫേസ് ആക്കും. അതായത് ഒരാളുടെ വീഡിയോ നമ്മൾ എപ്പോഴും ഷോർട്ടിൽ കാണാറുണ്ട്. ഈവൻ നമ്മൾ മൊത്തം കണ്ടില്ലേ പോലും ഈ വ്യക്തിയെ നമ്മളെപ്പോഴും കണ്ട് പരിചയപ്പെടാറുണ്ട്. അങ്ങനെ നമ്മളൊരു സെലിബ്രിറ്റി ആകാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ഷോർട്ട് വീഡിയോ. അതുപോലെ നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് വൈറലാകാൻ ഈസി ടിപ്സൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വൈറലായിട്ടില്ലേ. പെട്ടെന്ന് നമ്മുടെ വീഡിയോസ് വൈറലാകാൻ സഹായിക്കുന്നത് ഷോർട്ട് വീഡിയോസാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും നമ്മളെ ആളുകളിലേക്ക് എത്തിക്കാനും ഷോർട്ട് വീഡിയോസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ലോങ് വീഡിയോയ്ക്ക് നമുക്ക് മ്യൂസിക് ഇടാനായിട്ട് പറ്റില്ല. നമ്മുടെ തംബ്നെയിൽ കണ്ട് ആളുകൾക്കത് ഉപകാരം ഉണ്ടെന്ന് സ്വയം തോന്നിയിട്ട് ക്ലിക്ക് ചെയ്ത് കയറി ആദ്യത്തെ കുറച്ച് നിമിഷം നമ്മൾ അവരെ പിടിച്ചിരുത്തുന്ന പോലത്തെ ഒരു വീഡിയോ ആണെങ്കിലാണ് അവർ തുടർച്ചയായിട്ട് ആ വീഡിയോ ഫുള്ളും കാണുന്നത്. 1 മിനിറ്റ് മുതൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും നേരം നമുക്ക് ലോങ് വീഡിയോസ് കൊണ്ടുപോകാം. 1 മണി. അപ്പോൾ നമുക്ക് ലോങ് വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് 15 മിനിറ്റോ 20 മിനിറ്റോ അരമണിക്കൂറോ 1 മണിക്കൂറൊന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള അത്ര നേരം ഇടാം. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ സെർച്ച് ചെയ്ത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ട്യൂട്ടോറിയൽ, ഇപ്പം നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പിന്നെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നത് ലോങ് വീഡിയോസാണ്. ലോങ് വീഡിയോസിൽ മ്യൂസിക് നമുക്ക് പുറത്തുനിന്ന് എടുത്ത് ഇടാനോ അങ്ങനെ മ്യൂസിക് ആഡ് ചെയ്യാനുള്ള വേറെ ഓപ്ഷൻസോ ഒന്നും ഇല്ല. നമ്മുടെ ഈ തംബ്നെയിൽ വഴിയാണ് ആളുകൾ നമ്മളെ അറിയുന്നതും പരിചയപ്പെടുന്നതും. പക്ഷേ ഒരിക്കൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നമ്മുടെ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ചെല്ലുകയും നമ്മളവർ എല്ലാ ദിവസവും, അതായത് അവർക്ക് ആവശ്യമുള്ള നമ്മൾ ഇടുമ്പോൾ ഒക്കെ അവർ നമ്മളെ കാണുകയും, ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾ വീണ്ടും അവർക്ക് നമ്മുടെ വീഡിയോ എടുത്ത് കാണണമെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ വീഡിയോസ് എടുത്ത് കാണാം. ഇപ്പം എൻ്റെ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയെക്കുറിച്ചുള്ള വീഡിയോ എൻ്റെ ചാനലിൽ നോക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് എടുത്ത് കാണാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞേക്കുന്ന വീഡിയോസ് ഇടാനും നമുക്ക് ലോങ് വീഡിയോ തന്നെയാണ് ഉപകാരപ്പെടുന്നത്. അതുമാത്രമല്ല, ലോങ് വീഡിയോയിലാണ് ഏറ്റവും കൂടുതൽ ആഡ്സ് വരുന്നത്, നമുക്ക് റവന്യൂ കൂടുതൽ കിട്ടുന്നത്. ലോങ് വീഡിയോ ആണ് നമ്മളെ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ലോങ് വീഡിയോ ആണ്. കാരണം 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവറും മതി. പക്ഷേ നമ്മുടെ ഷോർട്ട് വീഡിയോ ആണല്ലോ റവന്യൂ കുറവാണ്. ലോങ് വീഡിയോ വെച്ച് നോക്കുമ്പം റവന്യൂ കുറവാണ്. ആഡ്സ് വരുന്നത് ലോങ് വീഡിയോയ്ക്ക് തന്നെയാണ് കൂടുതൽ. അതുമല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ മോണിറ്റൈസ്ഡ് ആവണമെങ്കിൽ, ഷോർട്സ് മാത്രം ഇടുന്നവരാണ് നിങ്ങൾ മോണിറ്റൈസ്ഡ് ആവണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 10 മില്യൺ ഷോർട്സ്, പബ്ലിക് ഷോർട്സ്, അതായത് വാച്ച് അവറും വേണം. അപ്പോൾ നമുക്ക് മോണിറ്റൈസ്ഡ് ആകാനായിട്ട് എളുപ്പം ലോങ് വീഡിയോ തന്നെയാണ്. ഫെമിലിയർ ആകാനും നമുക്ക് മോണിറ്റൈസ്ഡ് ആകാതെ തന്നെ വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്നത് ഷോർട്ട് വീഡിയോ വഴിയാണ്. കാരണം ഷോർട്ട് വീഡിയോസ് നിരന്തരം ഇട്ട് ഒരു 10-50K ഒക്കെ ആയി നിങ്ങൾക്ക് 10 മില്യൺ വാച്ച് അവർ എത്താൻ പറ്റിയിട്ടില്ലെന്ന് വിചാരിച്ചു. എന്നാൽ നിങ്ങൾ ഫെമിലിയർ ഫേസ് ആണെങ്കിൽ നിങ്ങളെ വെച്ച് ആളുകൾ പ്രൊമോഷനും കൊളാബും ഒക്കെ ചെയ്യും. അങ്ങനെ അവരുടെ ഏതെങ്കിലും പ്രോഡക്റ്റ് പരസ്യം ചെയ്യാനൊക്കെ നമുക്ക് തരുന്നത് കൊണ്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന റവന്യൂയിലും കൂടുതൽ ഷോർട്സിലൂടെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഫെമിലിയർ ആയതുകൊണ്ട് നമ്മൾ പരസ്യം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കുന്ന ഒരു വസ്തു, ഇപ്പോൾ ഒരു തുണിയുടെയാണ് നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങളുടെ സാരി ആണെങ്കിൽ, നിങ്ങളുടെ അച്ചാറാണെങ്കിൽ, നിങ്ങളുടെ എന്തെങ്കിലും പ്രോഡക്റ്റുകളാണെങ്കിൽ അതൊരു സൈഡിൽ കൂടെ വിറ്റ് പോകാൻ നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തും.
നിങ്ങളുടെ പ്രോഡക്റ്റുകളുടെ ഫോൺ നമ്പർ ക്ലിക്ക് ചെയ്ത ആളുകൾ വിളിച്ച് നിങ്ങളുടെ അടുത്തുനിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കും. നിങ്ങളൊരു ട്യൂഷൻ കൊടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ട്യൂഷൻ പഠിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കുട്ടികൾ ചേരാനും ഈ ജനലക്ഷങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളെ ഫെമിലിയർ ആക്കി നിങ്ങളുടെ ഒരു ബിസിനസ് ടൈപ്പിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ, ബിസിനസ് ഒരു രീതിയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഷോർട്ട് വഴി ആളുകളിലേക്ക് എത്താനും നിങ്ങൾ ഫെമിലിയർ ആവാനും നിങ്ങളുടെ കഴിവുകൾ ആളുകൾ അറിയാനും നിങ്ങളിലേക്ക് ആളുകൾ എത്തുകയും നിങ്ങളുടെ പ്രോഡക്റ്റുകൾ വാങ്ങുകയോ നിങ്ങളുടെ അടുത്ത് ക്ലാസ്സിന് വരികയോ അങ്ങനെ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ അല്ലാതെ ഔട്ട്സൈഡിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ യൂട്യൂബിൽ നിന്ന് ഷോർട്സിൽ വരുമാനം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പം നിങ്ങൾ ഓർക്കും ഇനി ഇടണമെന്നോ, ലോങ് വീഡിയോസ് ഇടുന്നവർ ഇടണമെന്നോ? ലോങ് വീഡിയോസിലേക്ക് നമ്മളെ എത്തിക്കുന്നത്, ലോങ് വീഡിയോസിലേക്ക് ഈ സബ്സ്ക്രൈബേഴ്സിനെ എത്തിക്കുന്നതും ഷോർട്ടിലൂടെയാണ്. ഷോർട്ട് ഇപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയണേ, ഷോർട്ട് മോണിറ്റൈസ്ഡ് ആവാനായിട്ട് പാടാണ്. പക്ഷേ നമ്മളെ ലോങ് വീഡിയോയിലേക്ക് ആളുകൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ട് സഹായിക്കുന്നത് ഷോർട്ടാണ്. ഷോർട്ട് വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിയുമ്പം നമ്മളെപ്പോൾ ലോങ് വീഡിയോ ഇട്ടാലും അവർക്ക് നോട്ടിഫിക്കേഷൻ പോകും. അങ്ങനെ അവരത് കയറി കണ്ട് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആകും. നിങ്ങൾ ഈ ഷോർട്ട് വീഡിയോ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നത്. സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വാച്ച് അവർ വരുന്നത് ലോങ് വീഡിയോസിന്. അപ്പം ഷോർട്ട് വീഡിയോ എപ്പോഴും ലോങ് വീഡിയോയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ്. എന്നാൽ ഷോർട്ട് മാത്രം ഇട്ടാൽ മതിയോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ബെനിഫിറ്റ്സ് ആണ് പറഞ്ഞത്. ഷോർട്ട് മാത്രം ഇടുമ്പം നിങ്ങൾക്ക് മോണിറ്റൈസ്ഡ് ആവാനായിട്ട് പാട് കാണും, 10 മില്യൺ വാച്ച് അവറൊക്കെ നിങ്ങൾക്ക് എത്താനായിട്ട് പാട് കാണും. പക്ഷേ നിങ്ങൾ ഫെമിലിയർ ആയതുകൊണ്ടും നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ചും വോയിസും മുഖവും കാണിച്ച് ചെയ്യുന്നവരെയാണ് ഞാൻ പറയുന്നത്. മുഖം കാണിച്ച് ചെയ്യുന്നവർ പെട്ടെന്ന് ഫെമിലിയർ ആകും. ചിലവരുടെ വോയിസ് വഴി, ഇതിപ്പോൾ ഫുഡ് റിവ്യൂ ഒക്കെ ചെയ്യുന്നവരാണ്, അവരുടെ വോയിസ് നമ്മൾ എവിടെ കേട്ടാലും നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ളൊരു റിവ്യൂ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ ഹോട്ടലിലേക്ക് വിളിച്ച് റിവ്യൂ ഒക്കെ ചെയ്യിച്ച് അതിനുള്ള പൈസ കൊടുക്കും. നിങ്ങൾ അല്ലാതെ തന്നെ റീൽസൊക്കെ ചെയ്ത് ഭയങ്കര തമാശ റീൽസൊക്കെ ചെയ്യുന്നവരാണ്, നിങ്ങളെ ഉദ്ഘാടനങ്ങൾക്കൊക്കെ വിളിക്കും, സിനിമയിലേക്ക് ചാൻസ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ വല്ല പ്രോഡക്റ്റും വിൽക്കുന്ന ആളെ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ വിറ്റുപോകും. നിങ്ങൾക്ക് ഔട്ട്സൈഡ് നിങ്ങളുടെ ഇതിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടായിരിക്കുമല്ലോ പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാൻ സഹായിക്കുന്നതാണ് ഷോർട്സ്. അപ്പം എപ്പോഴും നിങ്ങൾ എങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 ഷോർട്സ്, അതായത് തുടക്കക്കാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 2 ഷോർട്സ് ഇടുക, അത് ഇടവിട്ടിടുക. അതുപോലെ തന്നെ ഒരു ലോങ് വീഡിയോ ഇടുക. അപ്പം നിങ്ങൾക്ക് ഒരു സൈഡിൽ കൂടെ വാച്ച് അവറും ആകും, ഈ ഷോർട്സ് വഴി നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും ആകും, മോണിറ്റൈസ്ഡ് ആകാനായിട്ട് എളുപ്പമുണ്ട്. നിങ്ങൾ ഓൾറെഡി 6 മാസമൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഒരു 3 ഷോർട്സ് ഇട്ടോ, എന്നാലും ലോങ് വീഡിയോയും ഇടണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സൈഡിൽ നിങ്ങൾക്ക് വാച്ച് അവർ ആകും, അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും കൂടും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒന്നൊന്നിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ എല്ലാത്തിൻ്റെയും ബേസ്, ലോങ് വീഡിയോയുടെ ബേസ് ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ലോങ് വീഡിയോയിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന എപ്പോഴും തംബ്നെയിൽ നന്നാക്കുക, നിങ്ങളുടെ ലോങ് വീഡിയോ ബോറടിപ്പിക്കാത്തതാക്കുക. പിന്നെ ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ കുറച്ചുകൂടെ നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആളുകൾ നമ്മളെ ക്ലിക്ക് ചെയ്ത് തുറന്ന് കയറുമ്പോഴേ നമ്മൾ കാര്യം പറയണം, എൻ്റെ വീഡിയോ ഇന്നതിനെക്കുറിച്ചാണ്, പമ്മി നിൽക്കരുത്. കാരണം ആൾക്കാർക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അട്രാക്റ്റീവായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഷോർട്സൊക്കെ ചെയ്ത് എല്ലാവരും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക. അങ്ങനെ ലോങ് വീഡിയോയിലേക്ക് ആളുകളെ ക്ഷണിക്കുക, അങ്ങനെ വാച്ച് അവർ കൂട്ടുക കേട്ടോ. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും പിടികിട്ടി കാണുമല്ലോ. തുരുതുരാ വീഡിയോ ഇട്ട് ആക്രാന്തം കാണിച്ച് ഒരു വീഡിയോ കയറി പോകുമ്പോൾ നമുക്കൊരു വെപ്രാളം വരും. ഞാനും ചെയ്തിട്ടുണ്ട്. 3 മാസമൊക്കെ സ്റ്റക്കായി പോയിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ഇട്ടപ്പം കയറിപ്പോയെന്ന് പറഞ്ഞ് പിരിപിരാന്ന് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റക്കായിപ്പോയി. 3 മാസം 10, 20, 5 എന്നൊക്കെ ആയി വ്യൂസ്. സ്റ്റക്കായി പോകും. അതുകൊണ്ട് സാവധാനം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് വീഡിയോ ചെയ്ത് നോക്കൂ. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ ലോങ് വീഡിയോയിലേക്ക് വരാനുള്ള ഒരു ചെറിയ ഊടുവഴിയാണ് ഷോർട്ട് വീഡിയോ. അപ്പോൾ അതും വേണ്ടെന്ന് വെക്കരുത്, ലോങ് വീഡിയോയും വേണ്ടെന്ന് വെക്കില്ല. ലോങ് വീഡിയോ ആണ് നമുക്ക് മോണിറ്റൈസ് ചെയ്യാനായിട്ട് നമ്മളെ പെട്ടെന്ന് സഹായിക്കുന്നത്. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനായിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ എഡിറ്റിംഗ് ക്ലാസ്, പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വന്നവർക്കുള്ള ട്രെയിനിങ്, എന്തൊക്കെ വീഡിയോ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലോ നിങ്ങൾക്ക് ലിങ്ക് കാണാവുന്നതാണ്. ഇത് എൻ്റെ ലിങ്ക് ഇല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പോസ്റ്റിലൊന്ന് പോയി നോക്കിയാൽ അവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ന്യൂ ആയിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ, അതായത് സബ്സ്ക്രൈബേഴ്സിനെയും കൂട്ടി വ്യൂസ് ഒന്നും കൊടുക്കുന്നില്ല, പക്ഷേ അവർക്ക് എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടതെന്നുള്ള ട്രെയിനിങ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ താഴെ ലിങ്ക് ഉണ്ട്. 250 രൂപയാണ് ഫീസ്. അത് പ്രത്യേകം നോട്ട് ചെയ്തേക്കണം.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. എന്തൊക്കെ വീഡിയോ എങ്ങനെയൊക്കെ ചെയ്യണമെന്നും എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.